നമഃശിവായ. ജഗത് ജനനി മാതാ അമൃതാനന്ദമയീ ദേവി. സുധാമണിയുടെ കൃഷ്ണഭാവത്തിന് ധാരാളം ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ ആൽത്തറയിൽ സേവാപന്തലും ഭാഗവത വായനയും എല്ലാം ഉണ്ടായി. ഭക്തജനങ്ങളുടെ കാണിക്ക വർദ്ധിച്ചപ്പോൾ നാട്ടുകാരുടെ ഭരണസമിതിയും മറ്റും ഉടലെടുക്കാൻ വഴിയൊരുങ്ങി. വഴിവക്കിലാണ് ആൽത്തറ. അവിടെയുള്ള ഭാവദർശനം പല ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കി. ആരാധിക്കാൻ എന്ന പോലെ ആക്ഷേപിക്കാൻ വന്നവരുടെ എണ്ണവും കുറവായിരുന്നില്ല. ഒരു ദിവസം സുഗുണച്ചൻ ഭാവസമയത്ത് ഭഗവാനോട് പരാതിപ്പെട്ടു. വഴിവക്കിൽ ഭാവം തുടരുന്നത് സങ്കടമാണ്. ആളുകൾ കളിയാക്കുന്നു. മകളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയുണ്ട്. തൻ്റെ മകളുടെ ദേഹത്ത് കൃഷ്ണൻ വന്നു കയറി അനുഗ്രഹിക്കുന്നു എന്നായിരുന്നു മറ്റുള്ളവരെ പോലെ സുഗുണാനന്ദൻ്റെയും വിശ്വാസം. കൃഷ്ണഭാവത്തിൽ സുധാമണി പറഞ്ഞു, എങ്കിൽ എനിക്കിരിക്കാൻ ഇടം തരിക, വേറെ സ്ഥലമില്ലെങ്കിൽ തൊഴുത്തു തന്നാലും മതി എന്ന് സുഗുണച്ചനോട് പറഞ്ഞു. സുഗുണച്ചൻ സമ്മതിച്ചു. ഭാവദർശനം ഇടമണ്ണയിലുള്ള തൊഴുത്തിലേക്ക് മാറി. ഇവിടം ഭാവിയിൽ കൃഷ്ണനട എന്ന് പ്രസിദ്ധമായി. തൊഴുത്ത് ഒന്ന് വൃത്തിയാക്കി സിമൻ്റിട്ട് നടുക്ക് അരമതിൽ കെട്ടി, അപ്പുറം പശുത്തൊഴുത്ത്, ഇപ്പുറം പൂജാമുറിയായ കളരി, ചുറ്റും ഓല കെട്ടി മറച്ചു. ഭാവത്തിന് സുധാമണി അരമതിൽ ചാരി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് പിന്നിൽ നിൽക്കുന്ന പശുവിൻ്റെ പുറത്ത് കൈവയ്ക്കും. പിന്നീട് 1976 കളരി അല്പം കൂടി മെച്ചമായ രീതിയിൽ പരിഷ്കരിച്ച് ഓടിട്ടു. ഭജനക്കാർക്ക് ഇരിക്കാൻ ഒരു വശത്ത് ഓലച്ചാർത്തും ഉണ്ടാക്കി. കളരി അല്പം കൂടി വലുതാക്കി പുതുക്കിപ്പണിഞ്ഞു. പൂജാമുറിക്ക് മുന്നിൽ 10-20 പേർക്ക് ഇരുന്ന് ഭജന പാടാവുന്ന ഒരു തളവും ഉണ്ടാക്കി. ഈ കളരി മണ്ഡപത്തിന് മുകളിൽ ഒരു കൃഷ്ണ പ്രതിമയും സ്ഥാപിച്ചു. കളരിയിലേക്ക് ആവശ്യമുള്ള മാല കെട്ടുന്ന ജോലി സുഗുണാനന്ദൻ്റെ വൃദ്ധമാതാവ് മാധവി സ്വയം ഏറ്റെടുത്തു. ഭാവദർശനം ആൽത്തറയിൽ നിന്ന് ഇടമണ്ണിലേക്ക് മാറ്റിയത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. നാട്ടുപ്രമാണിമാർക്ക് കിട്ടിയിരുന്ന പ്രമാണിത്വവും ആദായവും നഷ്ടമായപ്പോൾ അവർ എതിരായി. സുധാമണിയുടെ അച്ഛൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിലർ അകന്നു മാറി. ഭജനക്കാർ 2 സെറ്റായി. ഒരു കൂട്ടർ പിണങ്ങി മാറി, മറ്റേ കൂട്ടർ ഇടമണ്ണിൽ പാടാൻ എത്തി. ഭജനക്കാരുടെ കക്ഷി പിടിച്ചു ചിലർ വഴക്കിനു വന്നു. ഭാവസമയത്ത് രാത്രിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഭജന പാടിക്കൊണ്ടിരിക്കും. എതിരാളികൾ കളിയാക്കാൻ വരും. സഹി കെട്ടിട്ട് ഒരിക്കൽ ഭക്തന്മാരും സുഗുണച്ചനും കൂടി അവരെ ഫലമായി പറഞ്ഞു വിട്ടു. അവരിൽ ചിലർ നാട്ടുപ്രമാണിമാരുടെ മക്കളാണ്. അവരെല്ലാം ചേർന്ന് ഭാവദർശനം നിർത്താൻ ശ്രമം തുടങ്ങി. യുക്തിവാദി സംഘടന ഉടലെടുത്തു. സമരമായി. അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് 1000 ചെറുപ്പക്കാർ ഒത്തുചേർന്നു എന്ന് പറയുന്നു. കേസും വഴക്കുമായി. നാട്ടുകാരോട് വഴക്കിന് പോകരുതെന്ന് സുധാമണി അച്ഛനോട് പറഞ്ഞിരുന്നതാണ്. അത് സുഗുണച്ചൻ കേൾക്കാതിരുന്നതിനാൽ പ്രശ്നങ്ങൾ മൂത്തു. നാട്ടുകാർക്ക് ഭാവദർശനത്തിന് വിശ്വാസമുണ്ട്. ചെറുപ്പം മുതൽ അവർക്കെല്ലാം സുധാമണിയോട് സ്നേഹവും മതിപ്പുമാണ്. എന്നാൽ നാട്ടുകാരും സുഗുണച്ചനുമായുള്ള പിണക്കം കുഴപ്പങ്ങൾ വർദ്ധിപ്പിച്ചു. ഭക്തിയുടെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി പോയി. യുക്തിവാദികൾ എതിരായി നോട്ടീസ് അടിച്ചു പ്രചരിപ്പിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് വന്നപ്പോൾ സുധാമണി പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ വലിയ ഉപകാരമായി. ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ വീട്ടുകാരും നാട്ടുകാരും സമ്മതിക്കുന്നില്ല. സ്റ്റേഷനിലാകുമ്പോൾ ശല്യമില്ലാതെ ധ്യാനിക്കാമല്ലോ. ഈ കുട്ടിയെക്കുറിച്ചാണോ കള്ളപ്പരാതി അയച്ചത് എന്ന് ആശ്ചര്യപ്പെട്ട് ഉദ്യോഗസ്ഥർ മടങ്ങി. പിന്നീടൊരിക്കൽ വേറൊരു ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് വന്നപ്പോൾ സന്ധ്യയ്ക്ക് ഭജന നടക്കുകയാണ്. എന്തെങ്കിലും തെറ്റു കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആരോ കള്ളപ്പരാതി അയച്ചതാണെന്ന് മനസ്സിലാക്കി ആ ഉദ്യോഗസ്ഥനും തിരിച്ചുപോയി. എതിരുകാർ പ്രതികാര ബുദ്ധിയോടെ സുധാമണിയെ
പറ്റി നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. സുധാമണിയുടെ ആങ്ങളമാർക്ക് നാണക്കേട് തോന്നി. ഭാവം നിർത്തണമെന്ന് സുഭഗനും മറ്റും നിർബന്ധിച്ചു തുടങ്ങി. ദർശനം തുടങ്ങിയപ്പോൾ ദമയന്തി അമ്മയ്ക്ക് ഭഗവാനിൽ വിശ്വാസമായി. പക്ഷേ സുധാമണിയോടുള്ള പെരുമാറ്റത്തിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. വീട്ടുജോലികളിൽ നിന്ന് സുധാമണിയെ ഒഴിവാക്കി എന്നത് എടുത്തു പറയാനുണ്ട്. അതിന് തക്കതായ കാരണവുമുണ്ട്. ഈശ്വരനിൽ എപ്പോഴും മനസ്സ് ലയിച്ചിരിക്കുന്ന സുധാമണിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ വയ്യാതായി. അടുപ്പിൻ്റെ അടുക്കലിരിക്കുമ്പോഴും കുളിമുറിയിലായിരിക്കുമ്പോഴുമെല്ലാം സുധാമണി ധ്യാനമഗ്നയായി ബാഹ്യബോധം വിടും. അങ്ങനെയായപ്പോൾ സുധാമണിയെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുക സാധ്യമല്ലെന്ന് വന്നു. പക്ഷേ സുധാമണി ഭാവദർശനത്തിന് വരുന്ന ഭക്തന്മാരോട് മിണ്ടിയാൽ ദമയന്തിയമ്മ ശകാരിക്കും. തെറിയും തല്ലും കിട്ടും. മകൾ ഏതെങ്കിലും ചെറുപ്പക്കാരോട് മിണ്ടിയാൽ കുടുംബത്തിൻ്റെ മാനവും സദാചാരവും നഷ്ടപ്പെടുമെന്ന് യാഥാസ്ഥിതികയായ അമ്മ ഭയപ്പെട്ടു. ഭാവം നിർത്തിക്കുന്നതിനു വേണ്ടി എതിരുകാർ കണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലമായിരുന്നു അത്. അവർ പല നീചകർമ്മങ്ങൾക്കും മുതിർന്നിട്ടുണ്ട്. ഭാവസമയത്ത് ഒരിക്കൽ എതിരാളികൾ പാലിൽ വിഷം കലർത്തി സുധാമണിക്ക് കൊടുത്തു. സുധാമണി അത് കുടിച്ചിട്ട് കുറേ കഴിഞ്ഞ് ഛർദിച്ച് കളഞ്ഞു. വിഷം കൊടുത്തവർ നിരാശരായി മടങ്ങി. വേറൊരിക്കൽ ഒരു മന്ത്രവാദി പാമ്പിനെ ചുട്ടരിച്ച് ഭസ്മമെടുത്ത് ജപിച്ച് കളരിയിലേക്ക് കൊടുത്തു വിട്ടു. ഭസ്മത്തിൻ്റെ ശക്തി കൊണ്ട് സുധാമണിക്ക് അപകടം സംഭവിക്കുന്നത് കാണാൻ തൽപര കക്ഷികൾ വെളിയിൽ കാത്തുനിന്നെങ്കിലും നിരാശരായി മടങ്ങി. ഹരി ഓം നമഃ ശിവായ.